ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഭവ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടില്ലേ? ഭഗവാൻ ഒരുപാട് അത്ഭുതങ്ങൾ തന്നിട്ടുണ്ടല്ലേ ഭക്തർക്ക്. തൻ്റെ ഭക്തരോട് അങ്ങേയറ്റം വാത്സല്യമുള്ള കാരുണ്യമുള്ള നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കാൻ ഏവർക്കും പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. മറ്റൊരു കാര്യം, പലപ്പോഴും ഭക്തർ പറഞ്ഞു കേൾക്കുന്നതാണ്, ഞാൻ എത്രമാത്രം ഭഗവാനെ പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്കെന്താണ് ഇത്രത്തോളം കഷ്ടതകൾ, എൻ്റെ പ്രാർത്ഥന മാത്രം ഭഗവാൻ കേൾക്കുന്നില്ല, എന്നോട് ഒട്ടും ഇഷ്ടമില്ല ഭഗവാന് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഭക്തർ. പക്ഷേ ഭഗവാന്റെ ഭക്തരായവർ ഒരു കാര്യം ചിന്തിക്കണം കേട്ടോ. നമ്മുടെ തൃശ്ശൂരിൻ്റെ MP ആയിട്ടുള്ള സുരേഷ് ഗോപി സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് തൃശ്ശൂർ നൽകിയത് ഭഗവാൻ ഗുരുവായൂരപ്പനാണെന്നാണ്. എൻ്റെ ഗുരുവായൂരപ്പനാണ് എനിക്ക് എൻ്റെ തൃശ്ശൂർ തന്നത്. ഭഗവാൻ എന്നിട്ട് ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഭഗവാൻ ഗുരുവായൂരപ്പൻ ഒരുപാട് വശം കെടുത്തു, ഒരുപാട് കഷ്ടപ്പെടുത്തി വശം കെടുത്തു. പക്ഷേ പിന്തിരിഞ്ഞോടാൻ പാടില്ല. ആ കൈകളിങ്ങനെ മുറുക്ക പിടിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ആപത്തുകളും സങ്കടങ്ങളും ദുഃഖങ്ങളുമൊക്കെ ഒരു പരീക്ഷണമാണ്. ഈ ഭക്ത അല്ലെങ്കിൽ ഈ ഭക്തൻ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം തന്നെ ആശ്രയിക്കുന്നവനാണോ, അത്യാഗ്രഹിയാണോ എന്നുള്ള പരീക്ഷണങ്ങളാണ്. അതുകൊണ്ട് അത്തരം പരീക്ഷണങ്ങളിലൊന്നും പരാജയപ്പെട്ടു പോവരുത്. ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഭക്തയാണ്, തീർച്ചയായിട്ടും ഈ പരീക്ഷണങ്ങളിലൊന്നും ഞാൻ വീഴില്ല, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഭഗവാൻ, എൻ്റെ ഗുരുവായൂരപ്പൻ സത്യമുള്ള ദൈവമാണ്, സത്യത്തിൻ്റെ ദൈവമാണ്, തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവും എന്നോട് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഗുരുവായൂരപ്പൻ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും. പരീക്ഷണങ്ങളിലൊന്നും തളരാതെ മുന്നോട്ട് പോകാം. ദിവ്യയുടെ കൃഷ്ണാനുഭവം കേൾക്കാം. ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, സ്ട്രോക്ക് വന്ന് തളർന്നു പോയിട്ടുള്ള പ്രേമിയമ്മയുടെ കൃഷ്ണാനുഭവം പങ്കുവച്ചിരുന്നു. അതിന് താഴെ ദിവ്യ ഒരു കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ. കാലവേദനയുമായിട്ട് ഗുരുവായൂരിൽ കഴിഞ്ഞ ഈ വൈശാഖ മാസത്തിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവം പറഞ്ഞുകൊണ്ട്, ആ അനുഭവം വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ്. അത് കേട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് കൂടി പങ്കുവയ്ക്കുമെന്ന് ദിവ്യയോട് പറഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കണമെന്നാണ്. അതുകൊണ്ട് ആ അനുഭവ കഥ കേട്ടു നോക്കാം കേട്ടോ. ഞാൻ ഈ മാസം നല്ല കാലുവേദനയുമായിട്ട് ഗുരുവായൂർ പോയി. പ്രദക്ഷിണം വയ്ക്കാൻ പോലും വയ്യ, എങ്കിലും ഞാൻ ചെയ്തു. കണ്ണിൽ നിന്ന് വേദന കൊണ്ട് കണ്ണുനീർ വന്നു. ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഇനി എനിക്ക് ഇവിടെ വരാൻ പറ്റുമോ എന്നറിയില്ല. കരഞ്ഞുകൊണ്ടാണ് ഭഗവാനോട് അന്ന് പ്രാർത്ഥിച്ചത്. അത്ഭുതമെന്ന് പറയട്ടെ, തിരിച്ചു ട്രെയിനിൽ കയറി കൃത്യം 2:30 ആയപ്പോഴേക്കും വേദന മാറിയിരിക്കുന്നു. എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ, എൻ്റെ കൃഷ്ണൻ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ദിവ്യയുടെ കൃഷ്ണാനുഭവം കേട്ടല്ലോ. മനോഹരമായിട്ടുള്ള കൃഷ്ണാനുഭവം. കാലവേദനയുമായിട്ട് ഗുരുവായൂരിലേക്ക് എത്തുകയാണ്. ഏറ്റവും അവസാനത്തെ നമ്മുടെ ആശ്രയം ഭഗവാൻ ഗുരുവായൂരപ്പനാണ്. എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തി, ഡോക്ടേഴ്സിനെ കാണിച്ചു, പക്ഷെ അവിടെ ഒന്നും മാറുന്നില്ല. പക്ഷെ ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. ഭഗവാനെ വന്ന് കാണുകയാണ്. ഭഗവാനെ, ഇനി എനിക്കിതുപോലെ പ്രദർശനം വെക്കാനൊന്നും സാധിക്കില്ല, മനസ്സിൽ വേദന കൊണ്ട് അവരിങ്ങനെ ഉരുകുകയാണ്. തീർച്ചയായിട്ടും തൻ്റെ ഭക്ത വേദനിക്കുന്നത്, വേദന കൊണ്ട് ഉരുകുന്നത് ഭഗവാൻ ഒരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല. ഭക്തരോട് അത്രമാത്രം വാത്സല്യമുള്ള നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ അത് കാണാതിരിക്കുമോ? ഭഗവാൻ ദിവ്യയുടെ ആ കാലുവേദന മാറ്റിക്കൊടുക്കുകയാണ്. അന്ന് ഗുരുവായൂരിന്ന് പുറപ്പെടുമ്പോൾ തന്നെ വണ്ടിയിൽ വെച്ചിട്ട്, അവർ യാത്ര തിരിക്കുന്ന ട്രെയിനിൽ വെച്ചിട്ട് കൃത്യം 2 മണിക്ക് ആ വേദന മാറ്റിക്കൊടുക്കുകയാണ്. ഭഗവാന്റെ ആ കാരുണ്യം നോക്കൂ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവരും ഭഗവാനെ മുറുകെ പിടിക്കുക.
മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മുന്നോട്ട് പോവുക. ഭഗവാൻ കൂടെ ഉണ്ടാക്കും. നിങ്ങൾക്കും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളുണ്ടെങ്കിൽ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുതേ. എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തയക്കാം. നമുക്ക് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കാവുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുമൊക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.